പെരുന്നാൾ ദിനത്തിൽ നമ്മൾ പാണക്കാടാണ്. പാണക്കാട് ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. എല്ലാവരും ഒത്തുചേരുന്ന ദിവസമാണ്. നമ്മോടൊപ്പം പാണക്കാട് സാദിഖലി തങ്ങളും എല്ലാവരും ചേരുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഈദാശംസകൾ. പെരുന്നാൾ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായി പോയില്ലേ? ഏതായാലും നമുക്കൊരു ആശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുന്നാളിൻ്റെ ശേഷമാണല്ലോ വന്നത് എന്നുള്ളതിലൊക്കെ നല്ല ആശ്വാസമുണ്ട്. മറ്റേത് നോമ്പിനേറ്റ് തെരഞ്ഞെടുപ്പ് വന്നു എന്ന ഭയത്തിലായിരുന്നു. ഏതായാലും ഇന്ന് എല്ലാവരും സന്തോഷത്തിലാണ്. കഴിഞ്ഞ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വരുന്ന ഈ ഈദ് സന്തോഷത്തിൻ്റെ ഈദാണ്, ഭക്തിയുടെ ഈദാണ്. സർവോപരി കൂട്ടായ്മയുടെയും ഒരുമിച്ചിരിക്കലിൻ്റെയും കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നതിൻ്റെയും ഒക്കെ നല്ലൊരു സുദിനമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. സാജീവി സ്നേഹം ഏറെ പുലർത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. അതുപോലെ തന്നെ സാഹോദര്യം, സാമുദായിക സൗഹാർദ്ദം ഇതൊക്കെ ഊട്ടിയുറപ്പിക്കാൻ കൂടി ഏറ്റവും ഉതകുന്ന ഒരു ദിനമായിട്ട് നമുക്ക് ഈ ദിനം കാണണം. പിന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് സർവോപരി നമുക്ക് പറയാനുള്ളത് പ്രാർത്ഥനാ ദിനമായിട്ടാണ് ഈദിനെ ആചരിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈദ് ആഘോഷിക്കുവാൻ ഭാഗ്യം ഇല്ലാത്ത ഒരുപാട് പേര്, ഒരുപാട് പ്രദേശങ്ങൾ മധ്യേഷ്യയിൽ, പൂർവേഷ്യയിൽ, അതുപോലെ തന്നെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക, അവിടെയൊക്കെ സമാധാനം പുലരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനമായിട്ട് കൂടി ഈ പെരുന്നാളിനെ എല്ലാവരും കൊണ്ടാടുന്നു. പള്ളികളിലൊക്കെ ആ പ്രാർത്ഥനകളും നടന്ന് വരുന്നു. അതായത് എല്ലാവർക്കും ഹൃദയംഗമമായ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും ഒന്നിച്ചു ചേരുന്നത് എവിടെയാണ്? സാധാരണ ഓരോ വീടുകൾ അങ്ങനെയാണല്ലോ ഒരു രീതി കേട്ടിട്ടുള്ളത്. അതെ, ഞങ്ങളിപ്പോൾ ഇതുവരെ കൊടപ്പനക്കൽ ഉണ്ടായിരുന്നു, അവിടുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങും. ശരിക്കും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ പെരുന്നാൾ സമയത്തായിരിക്കില്ലേ? തിരക്കായതുകൊണ്ട്. പെരുന്നാൾ ദിനത്തിലാണല്ലോ എല്ലാവരും വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പരമാവധി നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുക, എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെ. ഇങ്ങനെയാണ് പെരുന്നാളിൻ്റെ ഒരു വളരെ സന്തോഷമാണ്. സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയൊക്കെ ആഘോഷമാണ് പെരുന്നാൾ. എല്ലാവരും കുടുംബബന്ധം പുലർത്താനും നേരത്തെ സൂചിപ്പിച്ചാൽ എല്ലാവരും ഇന്നാണ് കൂടുതൽ സമയം ഉണ്ടാവാറുള്ളത്. അപ്പം ഒന്നിച്ച് ചേരാനൊക്കെ ഉള്ള സന്തോഷമുണ്ട്. സന്തോഷം. എല്ലാ പെരുന്നാളിനും ഇവിടെ വന്ന് അളാപ്പാനെ എല്ലാവരും കാണാറുണ്ട്, അളിയനെയൊക്കെ കാണാറുണ്ട്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒരുപാട് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഈദാശംസകൾ. സന്തോഷം. എങ്ങനെയാണ് തങ്ങളുടെ ഒരു ഈ പെരുന്നാളിൻ്റെ ഓർമ്മകളും? എല്ലാവർക്കും ഈദാശംസ നേരുന്നു. വളരെ സന്തോഷത്തോടെ സ്നേഹം പങ്കിടുന്ന രീതിയിൽ എല്ലാ ആളുകളും പരസ്പരം ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ വന്ന്, അയൽവാസികളൊക്കെ വന്ന ആളുകളൊക്കെ വന്ന് ഒരുമിച്ച് കൂടി നിന്ന് സന്തോഷം പങ്കിടുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ച പോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രാർത്ഥനാ ദിനമായി ആചരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഈദാശംസ. അതെ, പെരുന്നാൾക്ക് മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സമയം ചിലവാക്കാറ്. ഒരുമിച്ചിരുന്ന് സൗഹൃദം പറഞ്ഞ് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാനും സൗഹൃദം പങ്കിടാനും പരിചയം പുതുക്കാനൊക്കെയുള്ള സമയമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷമാണ്. എല്ലാവർക്കും വലിയ ആഹ്ലാദം, മനസ്സിലൊരു വലിയ സന്തോഷം. ഇങ്ങനെയൊക്കെയുള്ളൊരു ഈ പെരുന്നാൾ ദിവസത്തിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പശ്ചിമേഷ്യയിലൊക്കെ ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അവിടെയുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ആശങ്കയിലാണ്. അപ്പോൾ അവർക്ക് കൂടിയുള്ള പ്രാർത്ഥന, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥനാ ദിനം കൂടിയാണ് ഇന്ന് ഈ പെരുന്നാൾ. അപ്പോൾ തന്നെ തങ്ങളെ ഈ അങ്ങയുടെ മുഖത്ത് ഇപ്പോൾ ഒരു സമാധാനം കാണുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുമ്പോൾ ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയുടെ തീവ്രമായ ഒരു സ്ക്രൂട്ടണി ആയിരുന്നല്ലോ. ഇതുവരെ ഇല്ലാത്ത ആലോചനകളും സർവേ ഒക്കെ ആയിരുന്നു എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് അതിനെക്കുറിച്ച്? അതെല്ലാം വളരെ വിജയകരമായി നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു. കാരണം സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ചൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം സ്ഥാനാർത്ഥിക്ക് അർഹതപ്പെട്ട ഒരുപാട് പേര് ഉണ്ട്. അവരിൽ നിന്നും ഏറ്റവും അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് ഏതാണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ്. പക്ഷെ ആർക്കും അതൃപ്തിയൊന്നുമില്ല. അവർക്കറിയാം പാർട്ടിയുടെ പരിമിതികൾ, അവർക്കറിയാം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എല്ലാവരും അതേക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നത്. പ്രൊഫഷണൽ രീതികൾ എന്തൊക്കെയാണ് അപ്രോച്ച് ചെയ്തിട്ടാണ്? പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ സംവിധാനങ്ങൾ. ഒന്നാമത് ഡാറ്റാസ് ബേസ്ഡാണ് കാര്യങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് പ്രത്യേക PRI ടീമുണ്ട്. റഷീദായിരുന്നു അതിൻ്റെ ഹെഡ്. ആ PRI ടീമിൻ്റെ നമ്മുടെ പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 മാസം മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ പരിപാടികളൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള MLA-മാരുടെ പെർഫോമൻസ്, അവർ മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്തു, നിയമസഭയിൽ അവരുടെ അറ്റൻഡൻസ് എങ്ങനെയായിരുന്നു, നിയമസഭയിൽ അവരുടെ പെർഫോമൻസ് എന്തായിരുന്നു, മണ്ഡലങ്ങളിൽ അവരെന്തെല്ലാമാണ് ചെയ്തത്,
എന്താണ് അവർ ചെയ്ത് ഇനിയിപ്പോൾ പൂർത്തീകരിക്കാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ 1 മാസം 2 മാസം മുമ്പ് തന്നെ ഒക്കെ വ്യക്തമായ ഒരു പഠനം നടത്തി റിപ്പോർട്ടൊക്കെ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. ഓരോ റാങ്കിങ്ങും നിശ്ചയിച്ചിരുന്നു, അത് അവർക്ക് മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ നിലക്ക് ആണ് നമ്മൾ ഡാറ്റ ബേസ് തന്നെയാണ് കാര്യങ്ങളൊക്കെ കണ്ടത്. അത് തീർച്ചയായും എല്ലാവരും പ്രത്യേകമായിട്ടുള്ള സർവേ നടത്തിയിട്ടാണ്, അതിൻ്റെ ചില ടെക്നിക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ സർവേ നടത്തിയത്. ശരിക്കും കാലോചിതമായി സ്വയം പരിഷ്കരിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് തെളിയിക്കുകയാണ് ഇതിലൂടെയൊക്കെ അല്ലേ? മുസ്ലിം ലീഗ് എപ്പോഴും അങ്ങനെയല്ല, എപ്പോഴും ആധുനികതയെ തള്ളിക്കളയാതെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ പാരമ്പര്യം ചോർന്നു പോകാതെ, അതാണ് ലീഗിൻ്റെ ഒരു നയം. അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വന്നതിന് ശേഷം തലമുറ മാറ്റം എന്നുള്ളൊരു വാക്കാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. മുസ്ലിം ലീഗിൽ ഒരു തലമുറ മാറ്റം സംഭവിക്കുന്നു, മുസ്ലിം ലീഗ് ആധുനികവൽക്കരിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു അങ്ങേക്കിത്? അതിപ്പോൾ അത് പുതിയ കാലം വരികയാണല്ലോ. പുതിയ കാലം വരുമ്പോൾ അതിൻ്റെ പ്രവണതകൾ എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇപ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ പുതിയ പ്രവണതകളായിരുന്നു, അതുപോലെ പൊളിറ്റിക്സിലും പുതിയ പ്രവണതകൾ വരുന്നു. ഞങ്ങൾ ആ പ്രവണതകൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിനെ പ്രയോജനപ്പെടുത്തുന്നു. ചില സ്ഥാനാർത്ഥികളെ ചൊല്ലിയ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? അതൊക്കെ പരിഹരിച്ചു. അതൊക്കെ അവരുടെ പെട്ടെന്നുള്ള ചില പ്രതികരണങ്ങളായിരുന്നു. അവരൊക്കെ തന്നെ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ തന്നെ പാർട്ടിയെ സമീപിച്ചിട്ടുണ്ട്. അവരൊന്നും ഞങ്ങൾ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത്. ശരിക്കും മാറിയ കാലത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികൾ കൂടി നമ്മൾ കൊടുക്കുകയല്ലേ? ഇപ്പോൾ പുതിയ തലമുറ വിദ്യാഭ്യാസമുള്ളവരാണ്, പ്രൊഫഷണൽസാണ്, അപ്പോൾ അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥികളെ കൂടി കൊടുക്കുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, യുവതികളുണ്ട്, മുതിർന്നവരുണ്ട്, പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ട്, ടെക്നോക്രാറ്റ്സും ഉണ്ട് ഞങ്ങളുടെ ഇതിൽ, ഞങ്ങളുടെ ലിസ്റ്റിൽ. അപ്പോൾ എല്ലാവരും വേണമല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ വയനാട് ഫണ്ടിൻ്റെ വിജയമൊക്കെ തന്നെ ഞങ്ങളൊരു ടെക്നിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിജയം കൂടിയായിരുന്നു. ഫണ്ട് ശേഖരണം, ക്രൗഡ് ഫണ്ടിങ്, ഇതിലൊക്കെ തന്നെ അതൊക്കെ മുസ്ലിം ലീഗ് പുതിയ കാലഘട്ടത്തിൻ്റെ രീതികളെ ടെക്നിക്സിനെ പാർട്ടിക്ക് അനുകൂലമായ രീതിയിൽ ഞങ്ങൾക്കൊക്കെ അത് വികസിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് വലിയ ആശ്വാസം പോയിരുന്നു. അപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും ഫലത്തിൽ പ്രതിഫലിക്കും. കാരണം ഫലം അങ്ങനെയാണ്, ജനങ്ങൾ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. കേരളം കഴിഞ്ഞ 10 വർഷമായി ഉറങ്ങിക്കിടക്കുകയാണ്. ആ കേരളത്തിന് പുതിയ ഉണർവ് നൽകാൻ ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തന്നെ വരണം എന്നുള്ളതിലേക്ക് ജനങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എത്ര സീറ്റുകൾ വരെ നമുക്ക് പരമാവധി പ്രതീക്ഷിക്കാം? ഐക്യ ജനാധിപത്യ മുന്നണി 100 സീറ്റ് നേടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 100 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ലീഗ് ഞങ്ങൾ 27 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്, 27 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്, എല്ലാവരും ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്. പരിപൂർണമായി കഴിഞ്ഞ തവണത്തേലും കൂടുതൽ സീറ്റുകളിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അത്രയും ആത്മവിശ്വാസത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് നേരിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ശാസ്ത്രീയമായ ആധുനിക ശൈലികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ കൂടി നടത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതെന്ന് പറയുമ്പോൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്തതെന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്നതാണ്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.